ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വയം തിരുത്തലിന് വിധേയമാകണം. വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ഭരണകൂടമാണ് രാജ്യത്തിന് ആവശ്യമെന്നും ന്യൂനപക്ഷ അവകാശങ്ങൾ എക്കാലവും സംരക്ഷിക്കപ്പെടണമെന്നും മാർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞു. 2020 നവംബർ 5-നാണ് സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ പിന്നാക്ക അവസ്ഥ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജസ്റ്റിസ് JB കോശി കമ്മീഷനെ സർക്കാർ നിയമിച്ചത്. 2023 സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ ഇനിയെങ്കിലും പുറത്തുവിടുവാനും നടപ്പിലാക്കുവാനും ബന്ധപ്പെട്ടതായിട്ട് ആളുകൾ ഇച്ഛാശക്തി കാട്ടണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പൊതു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുന്നതായിട്ട് ഈ ഘട്ടത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തുല്യാവകാശങ്ങളെ മാനിക്കുന്ന വിമർശനങ്ങൾ കേൾക്കുവാൻ തയ്യാറുള്ള ഭരണ സംവിധാനങ്ങൾ രാജ്യത്തിന് അനിവാര്യമാണ്. ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും ആദിവാസി സമൂഹങ്ങളുടെയും ഭരണഘടനാപരമായ അവകാശങ്ങൾ എക്കാലവും സംരക്ഷിക്കപ്പെടണം. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും. പ്രവീൺ, തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് JB കോശി കമ്മീഷൻ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വയം തിരുത്തലിന് വിധേയമാകണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, അല്ലേ? ശ്രുതി, 131ാമത് മാരാമൺ കൺവെൻഷന് ഇന്ന് പമ്പ മണപ്പുറത്ത് തുടക്കമായി. അതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത വിവിധ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് സഭയുടെ നിലപാട് വ്യക്തമാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജസ്റ്റിസ് JB കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ചുള്ളതായിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിൽ പോലും ഇടത് സർക്കാർ അത് നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല. ജസ്റ്റിസ് JB കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനുള്ള ഇച്ഛാശക്തി ഇടത് സർക്കാർ കാണിക്കണം എന്ന ഒരു ആവശ്യം കൂടി അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റു വിഷയങ്ങളിൽ കൂടി അദ്ദേഹം സഭയുടെ നിലപാട് വ്യക്തമാക്കി. സംസ്ഥാനത്തെ ലഹരിയുടെ ഉപഭോഗം വർദ്ധിക്കുന്നു. അത് ജെൻസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നു. ഗുണ്ടായിസം കൂടുതലായി ഉണ്ടാകുന്നു. തിരുവല്ലയിലെ സ്പായിൽ നടന്ന ബലാത്സംഗ സംഭവം ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടായിരുന്നു മാർത്തോമ സഭാധ്യക്ഷന്റെ പ്രസംഗം അദ്ദേഹം നടത്തിയത്. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമ നടപടികളൊക്കെ സർക്കാരും പോലീസും ഒക്കെ എടുക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും ഈ ജെൻസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. പലപ്പോഴും പ്രായപൂർത്തിയായില്ല എന്നുള്ളതിൻ്റെ പേരിൽ പലപ്പോഴും ആ വിഭാഗം രക്ഷപ്പെടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകണം എന്ന ഒരു അഭിപ്രായം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ മദ്യവിൽപ്പന സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. അക്കാര്യവും മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം, അത് ഗുണനിലവാരം ചർച്ച ചെയ്യപ്പെടണം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എല്ലാ കാര്യവും സംരക്ഷിക്കപ്പെടണം. വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ഒരു സർക്കാരായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അത് രാഷ്ട്രീയ പാർട്ടികളും വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോവുകയാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലും ഒപ്പം തന്നെ സഭയുടെ അഭിപ്രായവും മാർത്തോമ സഭാധ്യക്ഷൻ 131ാമത് മാരാമൺ കൺവെൻഷന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ശ്രുതി, ശരി, വ്യക്തമാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.